ഇനി നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കും കാഴ്ചകളിലേക്കും പോവാം. കാരണം നാടകീയമായ നീക്കങ്ങളൊക്കെയാണ് ഇന്നലെ മുതൽ തന്നെ കണ്ടത്. സാധാരണഗതിയിൽ ജാമ്യം കിട്ടിയാൽ ജാമ്യാപേക്ഷ സ്വീകരിച്ച് പുറത്തു പോകുകയാണ് ഒരു പ്രതി ചെയ്യേണ്ടത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വേണ്ട സാറേ, ഇതാണ് ആ ചെങ്ങായിന്റെ സ്വഭാവം. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ മകരവിളക്കായിരുന്നു. സകല ടെലിവിഷൻ ചാനലുകളിലും തത്സമയം മകരവിളക്കിന്റെ കവറേജ് ആയിരുന്നു. ഈ സമയത്ത് പുറത്തിറങ്ങിയാൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു മാധ്യമ കവറേജ് കിട്ടില്ല എന്ന് ബോബി ആരോ ഉപദേശിച്ചിട്ടുണ്ടാവാം. ആണോ? ഭയങ്കര. ഇതിന് പിന്നാലെ ജയിലിന് പുറത്ത് ആരാധകർ എന്ന് അവകാശപ്പെട്ടെത്തിയ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ചും കോടതിയെ വെല്ലുവിളിച്ചുമാണ് നിലയുറപ്പിച്ചത്. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയുടെ അസാധാരണമായ നിർദ്ദേശം വന്നു. അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി. കുഴപ്പമായി തോന്നുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി നിലകൊണ്ടത്. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന് ഇനി വാ തുറക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അവസാനം കോടതിയിൽ ഉറപ്പ് നൽകേണ്ടി വന്നു. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരാ, മാപ്പ് പോരെ. കോടതിയിൽ നിന്ന് കടുത്ത പരാമർശവും ജാമ്യം തന്നെ റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും വന്നതിന് പിന്നാലെ ബോബി കോടതിയോട് ക്ഷമ ചോദിച്ചു. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ വായ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചോദിച്ചു മേടിച്ചതാ സാറേ. ഇത്തരത്തിൽ ഒരു സംഭാഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അഭിഭാഷകർ പോലും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് തോറ്റു. കഷ്ടപ്പെട്ട് വാദിച്ച് കേസ് ജയിച്ച് ജാമ്യമൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല എന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യം ആലോചിച്ചു. നാടകീയതകൾക്കിടെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതിനിടെ തിടുക്കത്തിൽ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഞാനിതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. ദ്വയാർത്ഥ രീതിയിലാവണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടല്ല. ബോബി ചെമ്മണ്ണൂർ ഇനിയും ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇനിയും അതിൽ കടന്ന് ന്യായീകരിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ന്യായീകരിക്കല്ല. ഞാൻ തമാശ രൂപേണയാണ് ഞാൻ സാധാരണ സംസാരിക്കാറ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവരേത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അതെന്റെ പിള്ളിലേക്ക് വരൂ. നമ്മളിപ്പം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഈ 6 ദിവസം കൊണ്ട് ഒരു മനുഷ്യനൊക്കെ ഇത്രയും മാറ്റം വരുമോ? പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ.